ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു വ്യൂ ആയിരുന്നു ഇന്ന്. ഒരു കോൾഡ് ക്ലൈമറ്റ്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുട്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇളക്കി. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരെ കൂട്ടാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പോയി. അപ്പോൾ പഴമില്ലായിരുന്നു, പഴം മേടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പുട്ടൊക്കെ റെഡിയാകുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിരുന്നു ഞാൻ പുട്ടൊക്കെ കഴിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് മോളിസ് കരയുന്നുണ്ട്. അവൾ എന്തിനാണ് കരയുന്നതെന്ന് അവൾക്ക് തന്നെ അറിയത്തില്ല. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ ഉച്ചത്തേക്കിൻ്റെ ഭക്ഷണം കൂടെ റെഡിയാക്കിയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാട്ടുചീര പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പറിച്ചുകൊണ്ട് വന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി നല്ല കഴുകി വാരിയെടുത്ത് വെച്ച്, പിന്നെ ചെറുപയറും കാട്ടുചീരയും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുപ്പിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ചോറിന് വേണ്ടിയിട്ട് വെള്ളം അവിടെ വെച്ചു. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ മീൻ മേടിച്ചുകൊണ്ട് വന്നു. നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ അത് നല്ല കഴുകി വാരിയെടുത്ത് കട്ടാക്കി, അപ്പോൾ അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇളക്കി വെച്ചോണ്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ കറി വെക്കാൻ നിന്നില്ല, എല്ലാം കൂടെ അങ്ങ് കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കബാബ് മസാലയും കൂടെ ഇട്ട്, കബാബ് മസാല ഞാൻ തന്നെ പ്രിപ്പയർ ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻ്റ് അടിക്കാൻ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അയച്ചു തരും. പിന്നെ കുറച്ച് കബാബ് പൗഡർ, പിന്നെ കുറച്ച് ചില്ലി പൗഡറും, പിന്നെ കാശ്മീർ ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നാരങ്ങയും, സാധാരണ ഞങ്ങൾ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടന്നെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കബാബ് പൗഡർ ഇട്ട്, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി വെച്ചിട്ട് ഒരു 1 hour ഞാൻ അത് മാറ്റി വെച്ച്. ഇവിടെ ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് അതങ്ങനെ തന്നെ മൂടിയെടുത്ത് വെച്ച്. പിന്നെ നല്ലോണം മിക്സ് ആക്കണം. നല്ല ഉപ്പും മുളകും എല്ലാം പിടിക്കുന്ന കൂട്ടത്തിൽ ഇതാ. പിന്നെ ഇത് പുഴ മീനായത് കൊണ്ട് നല്ലോണം മുള്ളുണ്ടാവും. അപ്പോൾ ഇളക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. എനിക്ക് 2 മുള്ളൊക്കെ കുത്തി കയ്യിൽ. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം കഴുകി ഇങ്ങനെ എല്ലാം ഇളക്കി എടുത്ത് മാറ്റി വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ എടുക്കാത്താന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു. നല്ല വായിൽ നോക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ കറിക്ക് എല്ലാം റെഡിയാക്കി വെച്ചത് ഞാൻ നേരത്തെ അടുപ്പിലിട്ടായിരുന്നു. അതെല്ലാം കൂടെ തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വെള്ളം കൂടിയോ എന്ന് വിചാരിച്ചു. പിന്നെ ചെറുപയറല്ലേ, അത് പറ്റിക്കോളൂ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിന് ഞാൻ അത് വെന്ത് വന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് കടുകും പിന്നെ വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം ഞാൻ കല്ലിൽ, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഞാൻ കല്ലിലിട്ട് ചതച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇടുന്നത്. കാട്ടുഭക്ഷണം, അതായത് കാട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പ്രത്യേകിച്ച് ടേസ്റ്റാണ് ഫ്രണ്ട്സ്. സത്യം പറയുക, നമ്മൾ ഗ്യാസിലുണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടിലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ സാധാരണ വീട്ടിൽ വെക്കുന്ന പോലെ തന്നെ ഇവിടെയും വെച്ചേ. പക്ഷേ ഇത് എന്തോ പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തുണ്ടാക്കിയാലും. സാധാരണ ഞങ്ങൾ ഉപ്മാവ് വരെ വീട്ടിലുണ്ടാക്കിയെങ്കിൽ ആരും തിന്നില്ല. അതേ ഇവിടെ കാട്ടിൽ വന്നിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയെങ്കിൽ അത് ഫുള്ള് കാലിയാക്കും. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ട്, ഇവിടെ അരയ്ക്കാനുള്ളത് ഇല്ല, മിക്സി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ തേങ്ങ ഒന്നും അരച്ചില്ല. അങ്ങനെ തന്നെ എണ്ണയ്ക്കകത്ത് ഫ്രൈ ആക്കി. പിന്നെ അതെല്ലാം കൂടെ ഞാൻ കറിക്കകത്ത് ഇളക്കി വെച്ച് ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒരു 2 തളയും കൂടെ തിളപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിലെന്നെ വെച്ച് മൂടി വെച്ചു. പിന്നെ നിങ്ങളും കൂടെ ഇങ്ങനെ വേണമെങ്കിൽ ട്രൈ ആക്ക്. ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ല ടേസ്റ്റായിരിക്കും. എൻ്റെ ജോഹാനാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് ആ പുകയൊക്കെ കണ്ണിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അപ്പോൾ കറി റെഡിയായി. പിന്നെ അപ്പോഴത്തേക്കിനും പിന്നെ ഫിഷ് ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തവ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച്, പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട്
ചുറ്റും വെച്ച് കൊടുത്തു. അത് കാണാൻ തന്നെ എന്ത് രസം, വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ആകുന്നുണ്ട്. തീ കൂടിപ്പോയിട്ട് കൈയൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായി. ഞാനിപ്പോൾ അത് തിരിച്ചിടുന്നുണ്ട്. കുറേ ഇട്ട് പോയത് കൊണ്ട് അത് തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒന്നാമത് പുകയും അതിൻ്റെ ഭയങ്കര തീയായിരുന്നത് കൊണ്ട് അങ്ങനെ എല്ലാം കൂടെ തിരിച്ചെടുത്ത് വെച്ച് അങ്ങനെ ഫ്രൈ ആക്കി. ഇന്നത്തെ ഭക്ഷണം ഇതായിരുന്നു. പിന്നെ വാഴയില കത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി വാഴയില കട്ടാക്കിക്കൊണ്ട് വന്നു. പിന്നെ അതിനകത്ത് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റാണല്ലോ. പിന്നെ അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയി. അപ്പോൾ അതെല്ലാം കൂടെ ചേട്ടനാണ് അത് വാരിയെടുത്ത് ഇലയ്ക്കകത്തിടുന്നത്. എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ തന്നെ അത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കരിഞ്ഞു പോയി. ഞാൻ ഇല വെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കിനും മീൻ കുറച്ച് കരിഞ്ഞു പോയി. അപ്പോൾ അത് ഇന്നത്തെ ഫുഡ്. ഇന്നലത്തെ പഴങ്കഞ്ഞി, ഉള്ളി, അച്ചാർ, പിന്നെ എൻ്റെ സാമ്പാർ, പിന്നെ മീൻ വറുത്തത് ഇതായിരുന്നു. ഇതിൻ്റെ മുമ്പിൽ ബിരിയാണി പോലും ഒന്നുമില്ല ഫ്രണ്ട്സ്. സത്യം പറയാമല്ലോ, പിള്ളേർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ജോജക്കൊക്കെ നല്ല രസമുണ്ട് മമ്മി എന്നാണ് പറയുന്നത്. ജോഹാനും കൂടെ കുറേ ഇഷ്ടപ്പെട്ടായിരുന്നു. അവനും കൂടെ മമ്മി നല്ല രസമുണ്ട് മമ്മി എന്ന് പറഞ്ഞു. പിന്നെ മോളുസിന് സുഖമില്ലായിരുന്നു 2-3 ദിവസമായിട്ട്. അവൾ ഇന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അവൾക്കും കൂടെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കിനും നല്ലൊരു മഴയും കൂടെ ഇന്ന് വന്നു. വാഴയ്ക്കെല്ലാം നല്ല ഹാപ്പിയായി, മഴ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.